നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ ഫോർ ഓൺ ഡിവിസിബിൾ ബൈ 6. അതായത് നമുക്ക് എന്താണ് ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ഇടണം, ഡിവിസിബിൾ ബൈ 6. നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ്യൻ തന്നാൽ റിമൈൻഡർ എത്രയാന്ന് നോക്കാം. റിമൈൻഡർ 4 വരണമെങ്കിൽ 4 തന്നെ ആയിരിക്കും ഫസ്റ്റ് നമ്പർ. കാരണം 4 എന്ന നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും. 0 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പൊ നമുക്ക് റിമൈൻഡർ 4 കിട്ടി. അപ്പൊ ഫസ്റ്റ് നമ്പർ ഏത് കിട്ടി നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടി. ഇനി ഇവിടെ ഡിവിസിബിൾ ബൈ 6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 4 കൂടി 6 കൂട്ടിയ 10 ആയില്ലേ? 10 കൂടി ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞ അപ്പൊ ശരിക്കും എത്രയും തന്നെ 6 വരും. അപ്പൊ 4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 4 എഴുതി. ഈ 4 കൂടി 6 കൂട്ടിയ 10, 10 6 കൂട്ടിയ 16, 16 6 കൂട്ടി കഴിഞ്ഞാൽ 22 എക്സെട്രാ പോകും. അപ്പൊ ഈ എല്ലാ നമ്പറിനെയും നമ്മൾ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും? റിമൈൻഡർ 4 വരും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടും. അങ്ങനെ റിമൈൻഡർ ഏത് നമ്പർ പറഞ്ഞാലും ആ നമ്പർ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് നമ്പർ വരുന്നത്. കാരണം എങ്കിലാണ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ 4 കിട്ടി. 4 കിട്ടി കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡിവിസിബിൾ ബൈ 6 എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ഈ 4 കൂടി ഏത് കൂട്ടണം? ഈ 6 കൂട്ടി അടുത്ത് 10 വീണ്ടും 6 കൂട്ടി, വീണ്ടും 6 കൂട്ടി നമുക്ക് സീക്വൻസ് ആയി. ഇനി നമ്മളോട് ഇത് AP നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചേക്കണേ ഇറ്റ് ഈസ് ആൻ AP. ഇത് AP ആണോ? വൈ? എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ ഇതിനെ S1 എന്ന് പേര് കൊടുത്തു, ഇത് X2 കൊടുത്തു, ഇത് X3, X4 എക്സെട്ര. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. S2 മൈനസ് X1. S2 എത്രയാ മക്കളെ? 10 അല്ലേ? മൈനസ് X1 എത്രയാ? 4. അപ്പൊ 10ൽ നിന്ന് 4 കുറച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് 6. കറക്റ്റ് ആണ്, സീക്വൻസ് ആണ്. അല്ലെ 4 6 കൂട്ടിയല്ലേ നമ്മൾ എഴുതിയേക്കണേ. എന്നാലും നമ്മൾ എന്താണ് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കണം. അപ്പൊ നമുക്ക് ഡി എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് ഉണ്ട്, അത് കൂട്ടി നമ്മൾ എഴുതി പോയേക്കണം അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ആൻ AP. അത് AP-യിലാണ് എന്ന് പറയാൻ പറ്റും. Therefore it is an AP. It is an AP. കാരണം D = 6. കോമൺ ഡിഫറൻസ് ഉണ്ട്, അത് 6 ആയതുകൊണ്ട് 6 കൂട്ടിയാണ് എഴുതി പോയേക്കുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു സീക്വൻസ് AP-യിലാന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പൊക്കെ എഴുതണം. 3 മാർക്കാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ചോദിച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്ര സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് ആൻസർ ചെയ്യും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡർ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. ദിസ് ഈസ് ആൻ AP. AP-യിലാണോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ്. ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് എല്ലാം AP-യിലാണെന്ന് പരിശോധിക്കണം. അപ്പൊ നമ്മുടെ ഓഡ് നമ്പർ ഏതാണെന്ന് എഴുതാം. 1, 3, 5, 7, 9, 11, 13 എക്സെട്ര പോകും. ഇതാണ് നമ്മുടെ ഓഡ് നമ്പർ. ഇതിനെല്ലാം നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എഴുതണം. ഈ 1-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കില്ലേ? കാരണം 1-നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 10 കൊണ്ടാണ്. അപ്പൊ അടങ്ങില്ല. അപ്പൊ 0 വരും. അപ്പൊ എന്താ വരും? 0 × 10 0 വരും. അപ്പൊ റിമൈൻഡർ നമുക്ക് എന്ത് വരും? 1 വരും. അപ്പൊ ഫസ്റ്റ് റിമൈൻഡർ 1 വരും, മാറ്റമില്ല. അടുത്ത റിമൈൻഡർ 3 ആവുമ്പോൾ 3 മാറ്റമില്ല. അത് നമുക്ക് നേരെ എഴുതാം. 3-നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 10-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്, അടങ്ങില്ല. അപ്പൊ 0. അപ്പോഴും റിമൈൻഡർ 3 വരും. ഇനി അടുത്ത 5-നെ ഡിവൈഡ് ചെയ്യുമ്പോഴും കറക്റ്റ് അത് തന്നെ വരും. 7-നെ ഡിവൈഡ് ചെയ്യുമ്പോഴും വരും. 9-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരെ നമുക്ക് കറക്റ്റ് ആ നമ്പേഴ്സ് വരും. ദെൻ അടുത്ത ഓഡ് നമ്പർ 11-നെ ഡിവൈഡ് ചെയ്യും. 11-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 1 വരും. 10. അപ്പൊ റിമൈൻഡർ 1 വരും. അപ്പൊ വീണ്ടും 1 വരും. വീണ്ടും നമ്മൾ 13-നെ ഡിവൈഡ് ചെയ്യണം. 13-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റിമൈൻഡർ 3 വരും. വീണ്ടും നമ്മൾ 15-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ റിമൈൻഡർ 5 വരും. വീണ്ടും നമ്മൾ 17 നമ്മൾ ഏതാ അടുത്ത 17-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ റിമൈൻഡർ 7 വരും. ഇതെങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ 1, 3, 5, 7, 9 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു എല്ലാ ഓഡ് നമ്പേഴ്സിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 3, 5, 7 ഇങ്ങനെ റിമൈൻഡർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് വീണ്ടും 1, 3, 5, 7 റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഇതിനകത്ത് കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ AP. കാരണം എന്താ മക്കളെ? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ല. നോ കോമൺ കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ നമ്പേഴ്സിനെ ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ഒരിക്കലും എന്തല്ല, ആ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഒരിക്കലും AP-യിലല്ല. ഇത് AP-യിലാണ്. പക്ഷെ എന്താണ്, അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഇഷ്ടങ്ങൾ ഒരിക്കലും എന്താവില്ല, AP-യിലാവില്ല. കാരണം 1, 3, 5, 7, 9 ഓരോ നമ്പർ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ നമുക്ക് എന്താണ് അതൊരിക്കലും ഈ 9നോട് 2 കൂട്ടുമ്പോൾ 11 കിട്ടും, 11നോട് 2 കൂട്ടുമ്പോൾ 13 ആണെങ്കിൽ ആ റിമൈൻഡേഴ്സ് എല്ലാം നമുക്ക് എന്താ AP ലാന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അതിനകത്ത് AP അല്ല, കാരണം അതിനകത്ത് എന്തില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഈസ് നോട്ട് ആൻ AP. റിമൈൻഡേഴ്സ് ഒരിക്കലും എന്താവില്ല മക്കളെ, AP യിലാവില്ല.